പൊന്നു ദൈവം ഇതിയാനി എവിടെ കൊണ്ടുപോയിക്കളയും? കുഴിച്ചിട്ടാലോ? വേണ്ട, പിന്നെ ഇവിടെ നിന്ന് ഒരിക്കലും പോകില്ല. മതി 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 മതിയടാ, കണ്ടറാ. അല്ല നീ എന്ത് ഇവിടെ? നീ എന്ത് ഇവിടെ? ഞാൻ നിന്റെ അടുത്തല്ലേ ചോദിക്കണ്ടേ? നീ എന്ത് ഇവിടെ? അല്ല മാങ്ങ വിളഞ്ഞിരിക്കണമെന്ന് കേട്ടിട്ട് പഴുത്തായില്ലേ നോക്കാൻ വേണ്ടി വന്നു. മാങ്ങ പഴുത്താന്ന്? മാങ്ങ പഴുത്തായില്ലേ എന്റെ ഉപയോഗിച്ച് മാങ്ങ പഴുത്താന്ന് നോക്കല്ലേ നീ? എടാ കേശു, ഞാൻ കുറെ നാളായിട്ടെ ഒരു കാര്യം പറയണം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റിയില്ല. എപ്പോ കണ്ടാലും നമ്മൾ തമ്മിത്തല്ലല്ലേ. നമുക്ക് ഇനിയെങ്കിലും തമ്മിത്തല്ലാതെ ഒരു സഹോദരങ്ങളെ കണക്ക് ഇരുന്നാ പോരെ? സഹോദരങ്ങളെ കണക്ക്? അതെ. എടാ എനിക്കും അതിന് ആഗ്രഹം ഉണ്ടാ. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ സ്നേഹത്തോടെ സംസാരിച്ചെന്നിരിക്കട്ടെ, നീ അടുത്തത് എന്ത് ചോദിക്കും? അളിയ ശിവാനി ഉണ്ട്. അളിയ ശിവാനി ഉണ്ട്. നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലടാ? ശിവാനി ഉണ്ടോന്നല്ല, ഇതാണ് നിന്റെ പ്രശ്നം. അത് വിട്. ഓട് ഓട് ഓടാ, നമ്മള് പോയി തരാടേ. നമ്മളല്ലെങ്കിൽ ശത്രുക്കളാണല്ലോ. ചക്കരിങ്ക് പൊന്നെ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, അതിനിടയ്ക്ക് നീ എല്ലാം. എടാ ഞാൻ പെട്ടെന്നേ ആലോചിച്ചപ്പോ ശരിയാ നിന്റെ കാര്യം. പാവല്ലടാ അല്ലേ? തങ്കല്ലടാ നീ? അല്ലേ? തങ്ക കൊടവല്ലടാ നീ? അല്ലേ? അപ്പഴേ നീ ഫുഡ് കഴിച്ചായിരുന്ന? ഞാൻ ഫുഡ് കഴിച്ചു. നീ കഴിച്ചായിരുന്ന? കഴിച്ചു. പിന്നെ എങ്ങനെ പോണ കടയൊക്കെ? നന്നായിട്ട് പോകുന്നു. നല്ല കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം ഇപ്പൊ കുറവാണടാ. ബിസിനസ് കച്ചവടം ഭയങ്കര ഡൗൺ ആണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയും പിടിക്കണം. ഈ കച്ചവടം ഡൗൺ ആണെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? ഭാഗ്യമില്ലായ്മ ആയിരിക്കുമല്ലോ. ആയിരിക്കണം, കാരണം ഞാൻ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഭാഗ്യമില്ലായ്മയാണ്. എന്റെ വർക്ക് ഭയങ്കരമാണല്ലോ. അതെ. അപ്പൊ ഭാഗ്യമില്ലായ്മ. അതെ അതെ. അങ്ങനെ ഭാഗ്യമില്ലായ്മ ടാലി ചെയ്യാൻ പറ്റിയ ഒരു സാധനം നമ്മുടെ ഉണ്ട്. ഇപ്പം നീ ഇത്രയും സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട കൂട്ടുകാരാ, നമ്മള് ഒന്നല്ലടാ. അപ്പൊ നീ ആ കാര്യം പറ, കേക്കട്ടെ. ആണാ? പറയൂല, പിന്നെ കാണിക്കാം. കണ്ണടാ, വിഷു ആയില്ലല്ലോ. അതെ, ഇപ്പൊ കണി കാണിക്കാം. കണ്ണ് തുറ. എങ്ങനുണ്ട്? എന്തിനാണ് സംഭവം? ഇത് നമ്മുടെ അല്ല, എന്റെ അപ്പൂപ്പന്റെ കാലത്ത് ജീവിച്ചിരുന്ന എന്ന് പറയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാണ്. വ്യക്തിയല്ല, അദ്ദേഹം ഒരു ദൈവമാണെന്ന് വരെ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗ്യക്കടവുൾ. ദൈവം തന്നെ. അതെ, ഇത് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെച്ച കൊണ്ടങ്ങ് കേറും. എവിടാ സ്ഥാപനം? ഭാഗ്യം കൊണ്ടേ. അപ്പൊ എനിക്ക് പുതിയ കടയൊക്കെ ഇനിയും തുറക്കാൻ പറ്റുമോ? പിന്നെ ഒരു 10-500 ഷോപ്പെങ്കിലും തുറക്കുന്നേ. അപ്പൊ ഞാൻ പടക്കാനാവോ? നീ റിച്ച് ആവൂടാ. എനിക്ക് തരണേ ഈ സാധനം. എനിക്ക് തരുമോ? എടാ, ഇതേ സംഭവം എന്താന്ന് വെച്ചാല് എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഇത് ഷിബുവിന് കൊടറാന്ന് അവൻ രക്ഷപ്പെട്ട് പോട്ടെന്ന്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അളിയാ നമ്മളിപ്പോ എന്തായാലും കമ്പനിക്കാരനായില്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് തന്നൂടെ, പ്രശ്നമില്ലല്ലോ. അതാ പറഞ്ഞു, എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് നിനക്ക് തന്നെ തരാന്ന്. അല്ല, ശിവാനി പറഞ്ഞായിരുന്നു എനിക്ക് തരാൻ. ശിവാനിയാണ് ആദ്യം പറഞ്ഞത്. അയ്യോ, എനിക്ക് വയ്യ. ഇരിക്കട്ടെ, തെക്കോട്ടൊന്നില്ല. എങ്ങോട്ട്? തെക്കോട്ട് അവിടെ നില്ലടേ. കടക്കൊണ്ട് എങ്ങനെ വടക്കോട്ട് നോക്കി പോയി. വടക്കോട്ട് വെക്കണേ, കറക്റ്റ് വെക്കണേ. ബിസിനസ് വലുതായിട്ട് പടക്കാനായിട്ട് ഞാൻ ഒരു വരണം. നീ ഇത്രയും സ്നേഹം കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്റ്റാർട്ടാവുന്നില്ല.
സ്റ്റാർട്ട് ആവണില്ലേ? ഇല്ല. നീ അതും തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ടായി. എന്നാടാ ഇരിക്കട്ടെ. ഓക്കേ. ഓഫായി. ഒന്ന് പിടിച്ചാൽ പിടിക്കാടാ. വണ്ടിക്ക് ഒന്ന് അവന്റെ കൂടെ പോ പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തോ ഒരു പ്രശ്നം പോലെ. സ്റ്റാർട്ടായി. സ്റ്റാർട്ടായി. ഇരിക്കട്ടെ. ഓക്കേ. ആടാ ആടാ ആടാ. ശരി ബൈ 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 ബൈ. അപ്പൊ ബൈ 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 ബൈ. എന്റെ പൊന്നു ദൈവമേ, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, വരുന്നതിന് മുമ്പ് പോയേക്കാം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കളഞ്ഞില്ല. നമ്മുടെ അപ്പൂപ്പിനെ കൊണ്ടുപോയി കളയണത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ സേഫ് ആയിട്ട് ലോക്കറി വെച്ച്. ലോക്കറാ? ആ ലോക്കർ പോലത്തെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ട്. ആരുടെ കയ്യിലാണ് അപ്പൂപ്പനെ കൊടുത്തേ? ശിവുവിന്റെ കയ്യില്. അളിയാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ അവനെ അവിടെ വെച്ച് കണ്ട്. ഞാൻ അവന്റെ കയ്യിൽ നമ്മുടെ അപ്പൂപ്പിനെ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് ഭാഗ്യക്കടവുളാണ്, നീ നിന്റെ കടയെ കൊണ്ടുപോയി വെച്ചാ കട കൊണ്ടങ്ങ് കയറുമെന്ന്. ആ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുപോയി വെക്കും കടയില്. പടിഞ്ഞാറ്റോട്ടോ ഇങ്ങോട്ടാ വടക്കോട്ട് നോക്കി. ദൈവമേ, ആ പാവത്തിന് അപ്പൂപ്പൻ എന്തെങ്കിലും ചെയ്യോ എന്തോ? ഏയ് ഒന്നും ചെയ്യൂല. അവര് തമ്മിൽ മുൻ പരിചയമൊന്നും ഇല്ലല്ലോ. മാത്രല്ല ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം ഇല്ലല്ലേ? അല്ല, ആയിരിക്കും. എന്തായാലും പോയല്ലോ. ചില്ലയോ നിങ്ങളൊക്കെ? അമ്മൂമ്മ വെള്ളം ഉണ്ടോ?